ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അവന്തികയുമായിട്ടുള്ള ഡിവോഴ്സ് എത്രയും പെട്ടെന്ന് നടത്തിയതിനു ശേഷം സന്ധ്യയെ കൊണ്ട് നന്ദനെ വിവാഹം കഴിപ്പിക്കാനായി തീരുമാനിച്ചിരിക്കുകയാണ് സേതുമാധവൻ. അതിന്റെ ഭാഗമെന്നോണം സേതുമാധവൻ അവന്തികയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും സേതുവിനെ അപമാനിച്ചു തന്നെ ഇറക്കി വിടുകയാണ് അവന്തിക. അതിനുശേഷം ആതിരയും അനഘയും സ്നേഹയും കൂടിയും ചെല്ലുന്നുണ്ടെങ്കിലും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെയൊക്കെ നന്ദേട്ടൻ സ്വതന്ത്രനാവുകയുള്ളെന്നും ഞാൻ ജീവനോടെ ഇരിക്കുന്ന കാലത്തോളം എന്താണെങ്കിലും അയാൾക്ക് ഡിവോഴ്സ് കൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അനഘയും മറ്റുള്ളവരെയും അടിച്ചു പുറത്താക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് നന്ദൻ തന്നെ നേരിട്ട് അവന്തികയുടെ അടുത്തേക്ക് ചെന്നിരിക്കുന്നതാണ്. ഡിവോഴ്സ് പെറ്റീഷൻ അവന്തികയുടെ കയ്യിലേക്ക് കൊടുത്തതിന് ശേഷം നന്ദൻ പറയുകയാണ്, ഇത്രയും നാളും ഞാൻ നിന്നെ സഹിച്ചില്ലേ, അത് തന്നെ ധാരാളം. ഇനി നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി, അതുകൊണ്ട് നീ ഇതില് ഒപ്പിട്ട് തരണം. ഇത് കേൾക്കുന്ന അവന്തിക നന്ദന്റെ കയ്യിൽ നിന്നും ആ പേപ്പർ വാങ്ങിയതിനു ശേഷം വലിച്ചു കീറി നന്ദന്റെ മുഖത്തേക്ക് വലിച്ചെറിയുകയാണ്. തുടർന്ന് അവന്തിക പറയുകയാണ്, തനിക്ക് ഞാൻ എന്താണെങ്കിലും ഡിവോഴ്സ് തരില്ലടോ. അങ്ങനെ ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ താൻ എന്താണെങ്കിലും സമാധാനത്തോടെ ജീവിക്കണ്ട. അതിനെ അവന്തികയോട്ട് സമ്മതിക്കത്തുമില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് പോകുമ്പോൾ ദേഷ്യത്തോടെ നിൽക്കുകയാണ് നന്ദൻ. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ലച്ചു ട്രിപ്പെല്ലാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ സച്ചി അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അതെ, കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വീണ എന്ന് പറയുന്ന ഒരു പേഷ്യന്റ് ഇല്ല. ഞാൻ അന്വേഷിച്ചായിരുന്നു. പക്ഷേ മറ്റൊരു പേഷ്യന്റിനെ ഞാൻ അവിടെ കണ്ടു. പേര് ലക്ഷ്മി. ഇത് കേൾക്കുന്ന ലച്ചു ഞെട്ടലോടെ സച്ചിയെ നോക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അർച്ചനയ്ക്ക് കുഞ്ഞിനെ കൊണ്ടുവന്ന് സിസ്റ്റർ കൊടുക്കുന്നതാണ്. അങ്ങനെ അർച്ചനയും സച്ചിയും സന്തോഷത്തോടെ കുഞ്ഞിനെ കയ്യിൽ പിടിക്കുമ്പോൾ ലച്ചു ചോദിക്കുകയാണ്, ഞാനും കുഞ്ഞിനെ ഒന്ന് എടുത്തോട്ടെ. ഇത് കേൾക്കുന്ന സച്ചി ലച്ചുവിന് കുഞ്ഞിനെ കൊടുക്കുകയാണ്. സച്ചിയേട്ടന്റെ അതേ മുഖമാണ് കുഞ്ഞിനെന്ന് പറഞ്ഞ് ലച്ചു സന്തോഷത്തോടെ കുഞ്ഞിനെ നോക്കുമ്പോൾ സച്ചിയും സന്തോഷത്തോടെ നിൽക്കുകയാണ്. അങ്ങനെ ലച്ചു അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അർച്ചന പറയുകയാണ്, ചിലരുടെയൊക്കെ ഉള്ളിലെ പഴയ കാമുകൻ പുറത്തു വരുന്നത് ഞാൻ അറിയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സച്ചി അർച്ചനയുടെ തലക്കിട്ടൊരു കൊട്ടു കൊടുക്കുകയാണ്. ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.